പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. നമ്മുടെ വൈറ്റിലയിലെ മേൽപ്പാലയില്ലേ, ആ വൈറ്റിലെ മേൽപ്പാലം ആ പണി ശരിയായില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത്. വണ്ടിക്ക് പോലും ഒന്നും സ്വതന്ത്രമായിട്ട് പോകാനോ തിരിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ഇപ്പോൾ വൈറ്റിലെ മേൽപ്പാലം നിർമ്മിച്ചതാരാ? അന്ന് മന്ത്രിയായിരുന്ന സുധാകരനാണ്. അപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി സുധാകരന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വൈറ്റിലെ മേൽപ്പാലം വിവാദത്തിൽ പ്രതികരണവുമായി മുൻ മന്ത്രി ജി സുധാകരൻ. പാലം പൊളിക്കുന്നത് സർക്കാരിന്റെ നയമാണെങ്കിൽ പൊളിക്കട്ടെ എന്നാണ് സുധാകരന്റെ പ്രതികരണം. പാലത്തിന്റെ ഡിസൈനും DPRും തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. പാലം നിർമ്മിച്ചത് പിണറായി വിജയൻ സർക്കാരുമാണ്. നിർമ്മാണം കഴിഞ്ഞ് 8 വർഷമായി ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. പാലം നിർമ്മാണം അശാസ്ത്രീയമാണെന്നും പൊളിച്ചു കളയണമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം. ഒരു ഫ്ലൈ ഓവർ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ഫ്ലൈ ഓവർ എങ്ങനെ വന്ന് ഇറങ്ങണം എന്നിപ്പോഴില്ല. ഫ്ലൈ ഓവർ എന്ന് പണിയുന്നു എന്നുള്ളത് നമ്മൾ എറണാകുളത്ത് പോയി നോക്കിയാൽ എറണാകുളത്ത് വൈറ്റിലെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. 1.5 കോടി രൂപ ഇപ്പൊ അനുവദിച്ചിരിക്കുന്നു വൈറ്റിലെ കുരുക്കഴിക്കാൻ. അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ചപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ എന്ത് സംഭവിക്കും? താഴെ ഭയങ്കര കുഴപ്പം സംഭവിച്ചു. ആകെ കുരുക്കായി. ഈ പാലത്തിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും, വെളിയിൽ കൂടെ പോകുന്നവരുടെ എണ്ണം കുറവും. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന താഴെ ഭയങ്കരമായ വൈറ്റിലെ ജംഗ്ഷൻ പോയി നോക്കിയാൽ ഭയങ്കര കൺഫ്യൂഷൻ. ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അത് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തൂണ് പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാലേ ഈ കുരുക്കൊഴിഞ്ഞ് ഇപ്പൊ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുകയാണ്. അത് തല്ലി പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവും നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് അതൊന്നും നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. അന്നത്തെ ഗവൺമെന്റ് കഴിഞ്ഞമായ ഗവൺമെന്റ് നിർമ്മിച്ചതാണ്. ഇന്ന് പുതിയ പിണറായി ഗവൺമെന്റ് അത് തല്ലിപ്പൊട്ടിച്ച് കളയണമെങ്കിൽ അത് അവർക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലം തയ്യാറാക്കിയ ഡിസൈനും അന്ന് തയ്യാറാക്കിയ DPR പ്രകാരം ആ നിർമ്മിച്ചതെന്ന പ്രകാരമാണ്. അത് കൂട്ടലോ കുറയ്ക്കലോ ഒന്നും ഞങ്ങൾ വരുത്തിയില്ല. അന്ന് തന്നെ ആ പാലം പണിയുന്നതിനെതിരെ വലിയൊരു ലോബി ഉണ്ടായിരുന്നതാണ് അവിടുന്ന്. അതൊന്നും ഞങ്ങൾ വകവെച്ചില്ല. മനസ്സിലെ പാലം പണിക്കുന്ന വർഷം ഏകദേശം 7 കഴിഞ്ഞില്ല. ഇതുവരെ പ്രശ്നം അവിടെ ആരും ഉന്നയിച്ചിരുന്നു. ഗണേഷ് കുമാർ വകുപ്പൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ടേഴ്സ് വലിയ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ എനിക്കറിയില്ല. അത് അവരെന്താ ചെയ്യട്ടെ. നമ്മളൊന്നും ഞാനതിനെപ്പറ്റി ഒന്നും തന്നെ എതിരേറ്റോ അനുകൂലമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ചെയ്തു വന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പം ശരത്തുണ്ട്. ശരിയാണ്, ആ വൈറ്റില മേൽപ്പാലത്തിന്റെ ആ താഴെ ഭാഗത്തൂടെ പോയാൽ മൊത്തം കൺഫ്യൂഷനാണ്. ഒന്ന് ലെഫ്റ്റിലേക്കൊക്കെ പോയിട്ട് വേണം, പിന്നെ റൈറ്റിലേക്ക് വന്ന് തിരിഞ്ഞ് കടവന്ത്ര ഭാഗത്തേക്കൊക്കെ പോകാൻ. സംഭവം മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കേട്ടോ. നമുക്ക് സജോ അവിടെയുണ്ട്. അതിനുമുമ്പ് ശരത്തിനോട് നമുക്കൊന്ന് ചോദിച്ചു വരാം. ശരത്ത്, ഗുഡ് മോർണിംഗ്. ശരത്ത്, സുധാകരൻ മിനിസ്റ്റർ ഇരുന്ന സമയത്താണ് നിർമ്മിച്ചത്. പക്ഷേ ഇതിന് DPRും പ്ലാനും ഒക്കെ തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. എങ്ങനെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വിമർശനത്തെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ ജി സുധാകരൻ കാണുന്നത്? ശരത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ജി സുധാകരൻ ഈ വിഷയത്തിൽ കെ വി ഗണേഷ് കുമാറിനെതിരെ അങ്ങനെ രൂക്ഷമായ ഒരു വിമർശനമൊന്നും തന്നെ ഉന്നയിക്കുന്നില്ല. അദ്ദേഹം ഈ സർക്കാരിന്റെ നയമാണെങ്കിൽ പൊളിക്കട്ടെ എന്നൊരു നിലപാടാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. പാലത്തിനുള്ള ഫണ്ട് അനുവദിക്കുക മാത്രമാണ് അന്ന് സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡിസൈനും DPRും ഒക്കെ തന്നെ തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. മാത്രമല്ല 8 വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ആരും പരാതിയൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം നടത്താൻ താൻ തയ്യാറല്ല എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കെ വി ഗണേഷ് കുമാർ ഇന്നലെയായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹം ജി സുധാകരൻ ഇതിനൊപ്പം പറയുന്നത് സാധാരണഗതിയിൽ ഇത്തരം പാലം നിർമ്മിക്കുമ്പോൾ ഗതാഗത കുരുക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ആ പാലത്തിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല, ആ പ്രദേശത്തെ പൊതു പ്രശ്നമാണ്. അത് കോർപ്പറേഷൻ കൂടി അഡ്രസ് ചെയ്താൽ ആ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുകൂടി ജി സുധാകരൻ പറയുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിനെ തള്ളാനോ വിമർശിക്കാനോ സുധാകരൻ തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ നയമാണെങ്കിൽ പൊളിക്കട്ടെ എന്ന നിലപാടാണ് ജി സുധാകരനുള്ളത്. ഓക്കെ, താങ്ക് യു ശരത്ത്. ഇപ്പോൾ സജോ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പാലത്തിനും അടുത്തുണ്ട് സജോ. സജോ, ഈ വൈറ്റില പാലത്തിലെ കുരുക്ക് എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്നൊരു കുരുക്കാ. സാധാരണ രീതിയിൽ കുരുക്കെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുരുക്കാണോ? പക്ഷെ കുറേയൊക്കെ കുരുക്ക് അഴിച്ചെങ്കിലും ഇപ്പോഴും വളരെ അശാസ്ത്രീയമാണ്. കടവന്ത്രയിലോട്ട് പോകേണ്ടത്, നേരെ പോകേണ്ടത് താഴെ കൂടെ വരുമ്പോഴേ. അപ്പോൾ ചുരുക്കത്തിൽ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതിലൊരു പാതി സത്യമുണ്ട് അല്ലേ സജോ? തല്ലിപ്പൊളിച്ച് കളയണം എന്നൊക്കെ പറയുന്നത് ആ പ്രസംഗത്തിന്റെ കൊഴുക്കിൽ പറഞ്ഞതാകും. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. അതായത് അവിടെ നിന്ന് വരുന്നത് അത് കടവന്ത്രയിൽ നിന്ന് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക്, അതായത് ഇത് കോട്ടയത്തേക്ക് കൂടി പോകേണ്ട ഒരു പ്രധാനപ്പെട്ട പാതയാണല്ലോ. അപ്പോൾ ഇവിടെ രൂപപ്പെടുന്ന കുരുക്കെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കുരുക്കാണ്. അപ്പോൾ ഇതിനെങ്ങനെ പരിഹരിക്കണമെന്ന് നാളുകളായി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആലോചന നടക്കുമ്പോൾ ഇത് സിഗ്നൽ രഹിത ഫ്രീ ഫ്ലോ ഒരുക്കണം എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം.
മന്ത്രി കെ വി ഗണേഷ് കുമാർ കൂടി പങ്കെടുത്തൊരു യോഗം നടത്തി. ആ യോഗത്തിൽ പക്ഷേ സിഗ്നൽ രഹിത ഫ്രീ ഫ്ലോ ഒരുക്കണമെങ്കിൽ അതിന് തുക അനുവദിച്ച് പ്രത്യേക പദ്ധതി നടപ്പാക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു ട്രാഫിക് ഐലൻഡാണ്. ഇത് വലിയ സ്പേസ് ഇവിടെ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊന്ന് പോയാൽ ധാരാളം സ്പേസ് എടുത്തിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി അതുകൂടി സുരക്ഷിതമായി റോഡാക്കി മാറ്റുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഈ പാലം പണിത് കഴിയുമ്പോൾ യു ടേൺ നിശ്ചയിക്കും. ആ യു ടേൺ നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണാം നമുക്കൊരു ഈ തൂണിൻ്റെ ഈ പില്ലറുകളുടെ ഒരു ഉയരത്തിന് ഒരു ഇതുണ്ട്, പരിധി നിർണ്ണയിച്ചിട്ടുണ്ട്. അത് ഇവിടെ കൃത്യമാണ്. അതേസമയം യു ടേണുകളാകുമ്പോൾ കുറേ അങ്ങോട്ടേക്ക് നീങ്ങി അവിടെ നിന്ന് കറങ്ങി വരണമെന്നാണെങ്കിൽ അവിടുത്തെ തൂണുകളുടെ ഉയരം, അതായത് പില്ലറുകളുടെ ഉയരം യു ടേൺ നിർമ്മിക്കാൻ അനുയോജ്യമല്ലാതെ വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഉദാഹരണത്തിന് നേരെ എതിർഭാഗത്തേക്ക് പോയാൽ അവിടെ നിന്ന് വൈറ്റില മൊബിലിറ്റി ഹബ്ബാണ്. വൈറ്റില മൊബിലിറ്റി ഹബ്ബ് എന്ന് പറഞ്ഞാൽ പല ഭാഗത്ത്, എടപ്പള്ളി ഭാഗത്ത് നിന്ന് ആലുവ ഉൾപ്പെടെ അല്ലെങ്കിൽ അരൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ കയറേണ്ട മൊബിലിറ്റി ഹബ്ബാണ്. ഈ മൊബിലിറ്റി ഹബ്ബ് ഇവിടെ ഈ ഭാഗത്തു നിന്ന് വരണം. തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വന്ന് പ്രവേശിക്കുന്നു. കുണ്ടന്നൂർ അരൂർ ഭാഗത്തുള്ള വാഹനങ്ങൾ വന്ന് പ്രവേശിക്കുന്നു. ഇടപ്പള്ളി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ പ്രവേശിക്കുന്നു കടവന്തര ഭാഗത്തു നിന്ന്. ഇതാണ് വലിയ കുരുക്ക്. ഇപ്പോൾ ഇവിടെ സിഗ്നലും പ്രവർത്തനരഹിതമാണ്. സിഗ്നൽ പണി മുടക്കിയതാണ് കുറേ കാലമായിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്. പക്ഷേ ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്ന ട്രാഫിക് ഐലൻഡുകൾ കട്ട് ചെയ്യണം. സമാനമായി ഇത്തരം ഐലൻഡുകൾ വലിയ വീതിയിലും വലിപ്പത്തിലും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അവ കട്ട് ചെയ്ത് ക്രമീകരണം ഒരുക്കാനാണ് 1.5 കോടി നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാതെ തൂണ് പൊളിക്കാനല്ല, തൂണ് പൊളിക്കാൻ കഴിയുകയുമില്ല, അതിൻ്റെ സാധ്യതയില്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് മന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത്തരം റോഡ് നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ പാലം നിർമ്മാണം, മേൽപ്പാല നിർമ്മാണങ്ങളൊക്കെ വരുമ്പോൾ ഡിസൈനിങ്ങിൽ വേണ്ടത്ര നിലവാരം പുലർത്താത്തത് ബ്ലാക്ക് സ്പോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇത്തരം പൊതു നിർമ്മാണങ്ങളുടെ ഡിസൈനുകളിൽ ഇനിയും നമ്മൾ കാര്യക്ഷമമായ അല്ലെങ്കിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടതോ അത് മാറ്റേണ്ടതോ അല്ലെങ്കിൽ അതിൽ വലിയൊരു ചിന്ത പോകേണ്ടതാണ്. മന്ത്രി പറഞ്ഞത് വളരെ കൃത്യമാണ്. പല കെട്ടിടങ്ങളുടെയും ഒക്കെ നിർമ്മാണം കാണുമ്പോൾ നമുക്കറിയാം അത് ഡിസൈൻ പലപ്പോഴും ഇത്തരം പാലങ്ങളുടെയും പൊതു നിർമ്മാണങ്ങളുടെ കാര്യം വരുമ്പോൾ ഡിസൈനിങ്ങിൽ വലിയ പോരായ്മ ഉണ്ടാകുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ആ കാര്യമായിരിക്കാം മന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി. ഓക്കെ സജോ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ചു. എന്താണ് ഇതിന്റെ പ്രശ്നം? യു ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ പാലത്തിന്റെ ഹൈറ്റ് കൂടിയാലേ പറ്റത്തുള്ളൂ. അവിടെ പാലത്തിന്റെ അടി ഇങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ നടന്നു പോലും മനുഷ്യൻ തിരിഞ്ഞു വരാൻ പറ്റാത്ത വിധം തലയിടിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇങ്ങനെയാ വണ്ടി തിരിയുക. അപ്പോൾ അതാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ഒരു പ്രേക്ഷകർ പറഞ്ഞതുപോലെ നിങ്ങൾ പണിയുക, പൊളിക്കുക, ഞങ്ങളുടെ പൈസയാണ് നഷ്ടപ്പെടുന്നത്, കൃത്യമായ പ്ലാനോട് കൂടി പണിയെടുക്കൂട്ട എന്ന് ജസ്റ്റ് ഫണ്ട് പറയുന്നത്. അത് മാത്രമേ സർക്കാരിനോട് പറയാനുള്ളൂ. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് ജി സുധാകരൻ പറയുന്നു. പ്ലാൻ ഉണ്ടാക്കിയത് നിർമ്മിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്ത്, അനുഭവിക്കുന്നതോ ഇപ്പം നമ്മൾ.